കണ്ണൂരിലെ പ്രശ്നപരിഹാരത്തിനായി 3 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് KPCC. MK രാഘവൻ MP-യുടെ അനധികൃത നിയമനത്തെ തുടർന്ന് കണ്ണൂരിലെ കോൺഗ്രസിൽ പൊട്ടിപ്പുറപ്പെട്ട തമ്മിലടി അതിരൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് പരിഹരിക്കാൻ വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA-യുടെ നേതൃത്വത്തിൽ കിടിലൻ നേതാക്കളെ KPCC ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. തിരുവഞ്ചൂരിന് പുറമെ KPCC ജനറൽ സെക്രട്ടറിമാരായ KP അബ്ദുൾ മുത്തലിബ്, അതുപോലെ K ജയന്ത് എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയത്. ഈ വിവാദ വിഷയം പരസ്യ ഏറ്റുമുട്ടലിലേക്ക് കടന്നതോടെ കണ്ണൂർ DCC-യും MK രാഘവൻ MP-യും പരാതി നൽകിയ ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് പ്രശ്നം പരിഹാരത്തിനായി KPCC നിയോഗിച്ച 3 അംഗ സമിതി കണ്ണൂരിൽ വരികയാണ്. ഇരു വിഭാഗങ്ങളുടെയും നിലപാട് കേൾക്കും. പ്രശ്നം അതീവ ഗുരുതരമാണെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ തന്നെ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. വിഷയം നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്ന് മുതിർന്ന നേതാക്കൾ നിലപാട് അറിയിക്കുകയും ചെയ്തതോടുകൂടിയാണ് അടിയന്തരമായി 3 അംഗ സമിതിയെ നിയോഗിച്ചതും കണ്ണൂരേക്ക് അയക്കുന്നതും. ഒരു ഭാഗത്ത് പാർട്ടി ജില്ലാ കമ്മിറ്റിയും മറുഭാഗത്ത് പാർട്ടിയുടെ ലോകസഭാ അംഗവും നിൽക്കുന്ന ഒരു സ്ഥിതിക്ക് വളരെ ആലോചിച്ചു വേണം തീരുമാനമെടുക്കാം. അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള പരിണതപ്രജ്ഞരായ ഒരാളെ തന്നെ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. മാടായി കോളേജിൽ MK രാഘവൻ MP തൻ്റെ ബന്ധു MK ധനേഷ് എന്ന CPM നേതാവിനുൾപ്പെടെ 3 CPM പ്രവർത്തകരെ നിയമിക്കാനാണ് നീക്കം നടത്തിയത്. അങ്ങനെ ഒരു നീക്കം നടത്തുകയും അതിനുവേണ്ടി കൈക്കൂലി വാങ്ങുകയും ചെയ്തു എന്ന ആരോപണമാണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രാഘവൻ MP-യെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കണ്ണൂരിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. MK രാഘവൻ എന്ന MP നടത്തിയ ഇത്തരത്തിലുള്ള ഒരു കച്ചവടം അംഗീകരിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ പാർട്ടി നേതൃത്വം നിൽക്കുമ്പോൾ ഇലക്കും ഉള്ളിനും കേടില്ലാതെ അത് പരിഹരിക്കുക എന്ന ഏറ്റവും കടുപ്പമുള്ള ഒരു ജോലിയാണ് മൂവർ സംഘത്തിന് KPCC നൽകിയിരിക്കുന്നത്. വരുന്ന 3 അംഗ സമിതിയെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം നോക്കിക്കാണുന്നത്. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA കുറിച്ച് പറയേണ്ടതില്ല. നമുക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ആളുകൾക്കും ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു നേതാവാണ് തിരുവഞ്ചൂർ. KPCC-യെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം KPCC-യുടെ രാഷ്ട്രീയ കാര്യ സമിതി എന്നതിനപ്പുറം അച്ചടക്ക സമിതിയുടെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം വന്നാൽ പാർട്ടിക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചിട്ട് മാത്രമേ തിരിച്ചു പോവുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതിനൊപ്പം തന്നെയുള്ള മറ്റു 2 പേർ, ഒരാൾ KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലീബാണ്, എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്. അതുപോലെ ജനങ്ങളുമായി ഏറെ ബന്ധമുള്ള ഒട്ടനവധി സ്ഥാനങ്ങളെല്ലാം അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇക്കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിന്റെ ചുമതല നൽകിയിരുന്നത് KPCC അബ്ദുൾ മുത്തലീബിനാണ്. പാലക്കാട്ട് അങ്ങനെ 5 ഇരട്ടി ഭൂരിപക്ഷത്തിലേക്ക് മാങ്കൂട്ടത്തിലിന്റെ വിജയം എത്തിക്കുകയും ചെയ്തു അബ്ദുൾ മുത്തലീബ്. എന്നാൽ പിന്നീട് 3ാമത് വരുന്ന അംഗം K ജയന്താണ്. ഇദ്ദേഹത്തിനെയാണ് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളത്. സുധാകരന്റെ വിശ്വസ്തനായി അറിയപ്പെടുന്ന ജയന്തിനെ കൊണ്ട് പാർട്ടിക്ക് ഒരു ഗുണമില്ലെങ്കിലും കേസിന്റെ ശിഷ്യൻ തന്നെയാണ്. എത്രയോ നല്ല പാർട്ടി നേതാക്കൾ ഉണ്ടായിട്ടും ജയന്തിനെ എന്തിനാണ് ഈ 3 അംഗ സമിതിയിൽ ഉൾപ്പെടുത്തിയത് എന്ന് മനസ്സിലാകുന്നില്ല. അത് പറയുന്നവർ ഏറെയുണ്ട്. എല്ലാ കുത്തിത്തിരിപ്പുകളും കയ്യിലുള്ള ഒരു നേതാവ്, ഒരു സാധാരണ പ്രവർത്തകനുമായി യാതൊരു ബന്ധമില്ലാത്തൊരു നേതാവ്, പ്രശ്നപരിഹാരത്തിനായി പോയതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നെല്ലാവർക്കും അറിയാം. പ്രശ്നം കൂടുതൽ വഷളാക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രാർത്ഥന. ഞാൻ തന്നെ ഈ കാര്യം ഒരു കോൺഗ്രസ് പ്രവർത്തകനോട് പറയുമ്പോൾ അവൻ പറയുന്നത് ഈ ജയന്തിന്റെ പേര് ഇതുവരെ കേട്ടിട്ടില്ല എന്നാണ്. ആരാണ് ജയന്ത് എന്ന് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയുന്നില്ല. അതായത് പണിയെടുക്കാതെ മണിയടിച്ച് കിട്ടിയ പദവിയിൽ ഇരുന്ന് പാർട്ടിയെ നശിപ്പിക്കുന്നവരുടെ ഇടയിൽ അഗ്രഗണ്യനാണ് KPCC ജനറൽ സെക്രട്ടറി ജയന്ത് എന്ന് പറയുന്നത്. ഏതായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഒപ്പം അബ്ദുൾ മുത്തലീബ് കൂടി ചേരുമ്പോൾ അന്വേഷണവും പരിഹാരവും നന്നായി ഉണ്ടാകുമെന്നുറപ്പാണ്. പാർട്ടിയെ മറന്നു കളിക്കുന്ന നേതാക്കന്മാർക്കിത് മാടായി എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പ് തന്നെയാണ്.